ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചക്കത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രഷിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ ഞാനിത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പാത്രം കഴുകല കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. ഇന്ന് ഫിനുവിന് മദ്രസയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ 8 മണിക്കാണ് മദ്രസ. അപ്പോൾ ഞാനൊരു 7:45 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മദ്രസ ഞങ്ങൾക്ക് വീട് കയറ്റണ അവിടെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവൾ മദ്രസയിലേക്ക് പോവുകയാണ്. ഫിനു പോയതിന് ശേഷം ഇതാ വീടിൻ്റെ ഇവിടേക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കണ്ടോ, ഇവിടെ കൊന്ന പൂത്തിട്ടുണ്ട്. ആകെ ഒരു മഞ്ഞ നിറത്തിലാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളുടെ മിറ്റവും റോഡും ഒക്കെ പിന്നെ മഞ്ഞ നിറത്തിലാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. 2 ദിവസം ഞങ്ങൾ ഇവിടെ ആയിരുന്നു കേട്ടോ. നിസാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ തലേ ദിവസം ഞാൻ തുണികളൊക്കെ തിരുമ്പിയിട്ടിട്ട് ഇത് അവിടെ തോരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നല്ല ഉച്ചയ്ക്കൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ തുണികളൊക്കെ എടുത്ത് വെക്കുന്നത്. ഇനി ഈ തുണികൾ ഷെഡിലേക്കൊന്ന് കൊണ്ടുപോയി വെക്കട്ടെ. ഇനി ഈ മുറ്റൊക്കെ അടിച്ചു വാരുകയാണ്. കണ്ട നന്നായിട്ട് പരന്നിട്ടുണ്ട്. ഇലകളൊന്നല്ല, കൂടുതൽ പൂക്കളാണ് കേട്ടോ. കുറച്ച് മുമ്പ് ഇതിൻ്റെ മൊത്തം ഇലകളായിരുന്നു കേട്ടോ ചാടിയിരുന്നത്. ഇപ്പോൾ പൂക്കളാണ്. പൂക്കൾ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. അടിച്ചു വാരിയിട്ട് അവിടെ കൂട്ടി വെക്കട്ടെ കേട്ടോ. അടിച്ചു വാരിയിട്ട് കാര്യമൊന്നുമില്ല. ഇതാ കഴിയുമ്പോൾ ഓരോന്നോരോന്ന് ചാടൽ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനു മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ഇനി വീട്ടിൽ പോട്ടെ. ഇപ്പോൾ ഞങ്ങൾ കോട്ടപ്പള്ള എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിനുവിന് 31-ാം തീയതി വാർഷികമാണ് സ്കൂളിൽ. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതാ ചെമ്മൻകുഴിയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. സാധനങ്ങളൊക്കെ വാങ്ങിയതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പോന്നപ്പോൾ കുറച്ച് മത്തിമീനും കൂടെ വാങ്ങിച്ചു. അപ്പോൾ നോമ്പിന് മുന്നേ കൂട്ടിയതാണ് കേട്ടോ മത്തിയൊക്കെ. മീൻ വാങ്ങും, അല്ലാത്ത മീനുകളെ വാങ്ങൽ. അപ്പോൾ ഇന്ന് മത്തി കൂട്ടാനൊരു പൂതി കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നന്നാക്കുള്ളൂ. അപ്പോഴേക്ക് ചെളുക്കിയൊക്കെ ഒന്ന് പുതിരും ചെയ്യട്ടെ. അപ്പോൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇനി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം മീൻ നന്നാക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ നന്നാക്കുന്നത്. മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ. എനിക്ക് മത്തിമീൻ പൊരിച്ചതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് മത്തിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ മുളക് കറി വെക്കില്ലേ, നല്ലോണം എരിയും പുളിയൊക്കെ ഇട്ടുങ്ങാണ്ടുള്ളത്. എരിവ് നന്നായിട്ട് വേണം കേട്ടോ. അതങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മത്തി വാങ്ങി അധികം ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും പൊരിച്ചത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടി ഇതാ മത്തിമീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മീൻ കഴുകിയ സ്ഥലവും അതുപോലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി മീൻ കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊലിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ കല്ലിലാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ആദ്യം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പാടെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ അതാ വലിയുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പുളിഞ്ഞ് വെള്ളത്തിലിട്ട് അപ്പോൾ ആദ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ പുളി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും പിന്നെ വലിയുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേനും ആൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മീൻ കറി വെക്കണം കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കുന്ന ഫുൾ വീഡിയോ ഒന്നും ഇതിലിട്ടിട്ടില്ല. കാരണം പല വ്ളോഗിൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ കറിയൊക്കെ ആയപ്പോൾ ഞാനിതാ പെട്ടെന്ന് ചോറ് കഴിക്കാൻ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് കട്ടൻ ചായയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ വൈകുന്നേരത്തേക്ക്.
പിന്നെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങളൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വൈകുന്നേരം ആയാലും ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ അവിടെ ഒരു ചെറിയൊരു മതിലില്ലേ, അതിന്മേൽ ഇരിക്കും കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിക്കും. അപ്പം ഇങ്ങനെ മാങ്ങകൾ നോക്കുന്നതാണ് കേട്ടോ, ആദ്യമായിട്ട് കഴിച്ചതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ ഇതാ വെള്ള മൂവാണ്ടൻ്റെ തൈയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ റംബുട്ടാൻ്റെ തൈയും വാങ്ങി കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കായ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.